Hello friends, welcome back to my channel SSA Cooking World. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റിയും വെറൈറ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. മലബാർ കിഴി എന്നാണ് ഇതിന് പറയപ്പെടുന്നുള്ളത്. റെസിപ്പിയിലിട്ട് കിടക്കുന്നതിന് മുമ്പായി നമ്മളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഏതെങ്കിലും കൂട്ടുകാർ എവിടെയെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലെത്തുകയുള്ളൂ, നിങ്ങൾക്കത് അപ്പോഴപ്പോൾ തന്നെ കാണാനും പറ്റത്തുള്ളൂ. ഇതൊരു തായ് ചൈനീസ് ഫുഡാണ് കേട്ടോ. നമ്മളുടെ മലബാറിൽ മലബാർ കിഴി എന്ന് അറിയപ്പെടുന്നു, മറ്റു നാട്ടിൽ മണി ബാഗ് എന്നാണ് ഇനി പറയപ്പെടുന്നുള്ളത്. ഇതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് 2 സവാള ചെറുതായി നുറുക്കി അരിഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിനെ ഒന്ന് വഴറ്റാം. 2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മലബാർ സ്നാക്ക് ആയതുകൊണ്ടാണ് കറിവേപ്പില കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളത്. അല്ലെങ്കിൽ ഇതിലേക്കുള്ള ഫില്ലിങ് നമ്മൾ മോമോസിലേക്കൊക്കെ ഉണ്ടാക്കുന്നില്ലേ, സെയിം ഫില്ലിങ് തന്നെ മതി കേട്ടോ. അപ്പോൾ നമ്മളുടേതായ ഒരു എരിവൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് പച്ചമുളക് 2 എണ്ണം ഞാൻ ചെറുതായി അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ വേവിച്ച് വെച്ച ബീഫാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നുള്ളത്. മുളകിട്ട് വരട്ടിയിട്ട് നാട്ടിൽ നിൽക്കാൻ നമ്മൾ കൊണ്ടുവരൂലേ, ആ ബീഫാണ് കേട്ടോ ഇത്. അപ്പോൾ അതിനെ നമുക്ക് ഒരു ചോപ്പറിലിട്ടിട്ട് ഇതിനെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് റീചാർജബിൾ ബ്ലെൻഡറാണ് കേട്ടോ. നമ്മൾ ഇവിടെ ലുലുന്ന് അയക്കേണ്ട പ്രൊഡക്റ്റാണ്. ഞാൻ ഇതിലിട്ടിട്ടാണ് എല്ലാം വെജിറ്റബിൾസൊക്കെ ചോപ്പ് ചെയ്തെടുക്കാറുള്ളത്. അപ്പോൾ നമുക്ക് വയറിൻ്റെ കണക്ഷന് പ്ലഗിലൊക്കെ കുത്തിയിട്ടൊന്നും യൂസ് ആക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നല്ല യൂസ്ഫുള്ളാണ്, കോഡ്ലെസ് ആണ് കേട്ടോ ഇത്. എന്നിട്ട് നമുക്ക് ഇതിനെ ഞാൻ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് കേട്ടോ ഞാൻ ഈ ടൈമിൽ ചേർത്ത് കൊടുക്കുന്നുള്ളത്. അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നമുക്ക് ഇതിനെ വഴറ്റാം. നമ്മൾ നോർമലി എല്ലാത്തിലേക്കും ഉണ്ടാക്കുന്ന മസാല കൂട്ടിയില്ലേ, അത് തന്നെയാണ് കേട്ടോ ഇതിലേക്ക് ഉണ്ടാക്കുന്നുള്ളത്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണ്, പിന്നെ ഗരം മസാല 1/2 ടീസ്പൂണ്, 1 ടേബിൾ സ്പൂണ് കൊറിയാണ്ടർ പൗഡർ ഇല്ലേ, മല്ലിപ്പൊടി, പിന്നെ 1/2 ടേബിൾ സ്പൂണ് കാശ്മീരി റെഡ് ചില്ലിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് നമുക്കിതിനെ മിക്സാക്കിയിട്ട് എടുക്കണം. അതിനുശേഷം നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ബീഫിന് പകരം നമ്മൾക്ക് ചിക്കനോ അതുപോലെ തന്നെ ചെമ്മീനോ കൂന്തലോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് അവസാനമായിട്ട് ഞാൻ മീറ്റ് മസാലയിലെ അതാണ് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒരു 1/4 ടീസ്പൂണിൻ്റെ മേലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നീട് കൊറിയാണ്ടർ ലീവ്സിൽ മല്ലിയില അതുകൂടി കൊത്തി അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ കൂടിയിട്ടാകുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് നമുക്ക് ഈ കിഴിക്ക് കിട്ടുന്നുള്ളത്. അപ്പോൾ ഇത് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് അവിടെ മാറ്റി വെക്കാം. ഇതിലേക്ക് ഒരു മാവ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് മൈദയാണ് കേട്ടോ. 1.5 കപ്പ് മൈദ ഞാൻ എടുത്തിട്ടുണ്ട്. പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നീട് ഓയിലാണ്, സൺഫ്ലവർ ഓയിൽ 2 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നല്ല ക്രിസ്പി ആയി കിട്ടാൻ നമുക്കത് സഹായിക്കും. നല്ല സോഫ്റ്റും ക്രിസ്പി ആയിട്ട് കിട്ടും ഇങ്ങനെ ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ ഇതിനെ കുഴച്ചെടുക്കുകയാണെങ്കിൽ. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മേലേക്കും ഓയിൽ ഞാനിങ്ങനെ തൂവി കൊടുക്കുന്നുണ്ട്. ഇത് ഹാർഡായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കുറേ നേരം റെസ്റ്റ് ഒന്നും ചെയ്യാനൊന്നും വെക്കുന്നില്ല. ഈ ടൈമിൽ തന്നെ നമുക്ക് ഇതിന് ഓരോ ബോൾസാക്കി എടുത്തിട്ട് നമുക്ക് മൊത്തത്തിലായിട്ട് ഇങ്ങനെ പരത്തിയെടുക്കാം. നല്ല തിന്നായിട്ട് വേണം, തെളുപ്പായിട്ടില്ലേ അങ്ങനെ പരത്തിയെടുക്കണം കേട്ടോ. അങ്ങനെ പരത്തിയെടുത്തിട്ടായിട്ട് ഞാനൊരു കപ്പ് വെച്ചിട്ടാണ് ഇതിനെ കട്ട് ചെയ്തെടുക്കുന്നുള്ളത്. ഇതിൽ എനിക്ക് 3 എണ്ണമായി കിട്ടിയിട്ടുണ്ട്. നല്ല തെളുപ്പിൽ തന്നെ ആക്കിയിട്ടാകുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറുമുറുവായിട്ടുള്ള കിഴി നമ്മൾക്ക് കഴിക്കാൻ പറ്റും. അതുകൊണ്ടാണ് തെളുപ്പിലായിട്ട് തിന്നായിട്ട് പരത്താൻ വേണ്ടിയിട്ട് പറയുന്നുള്ളത്. അപ്പോൾ ഇത് 3 എണ്ണം ആക്കിയിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിലുള്ള പോർഷൻസ് നമുക്ക് വേണം. അതിനെ ഒരു നാട പോലെ ആക്കിയിട്ട് ഈ കിഴിക്ക് കെട്ടാൻ ഒരു വള്ളി വേണമല്ലേ, അതിന് വേണ്ടിയിട്ട് ഒരു നാട പോലെ ആക്കിയിട്ട് ഞാൻ ഇതിനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ടൈമിൽ ഞാൻ അവിടെ ഓയിൽ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അത് ചീനച്ചട്ടിയിലാണ് വെച്ചിട്ടുള്ളത്. 2 മുട്ട ഇതുപോലെ ഒരു മുട്ടനെ ഒരു 8 പോർഷൻ ആക്കിയിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, വേവിച്ചെടുത്തത്. ഇതിലേക്ക് ആദ്യം നമുക്ക് ഈ ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. അതിനുശേഷം മുട്ടയുടെ ഒരു പോർഷൻ കൂടി ഇതിലേക്ക് ഞാൻ വെച്ചെടുക്കുന്നുണ്ട്.
എന്നിട്ടായിട്ട് വേണം നമ്മൾ മോമോസിനൊക്കെ മടക്കി കൊടുക്കൂലേ, അങ്ങനെ മടക്കി എടുക്കാൻ വേണ്ടിയിട്ട് നല്ല ഫ്ലവർ പോലെ ഇരിക്കണം മേലെ കാണുമ്പോഴത്തേനും. എന്നിട്ടായിട്ട് വേണം നമുക്ക് ഇതിലേക്ക് ആ നാട കെട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട്. കാണുമ്പോൾ ഒരു നല്ല ചേലാണ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടാകുമ്പോഴത്തേന്. അപ്പോൾ അത് ഫ്രൈ ചെയ്ത് വരുമ്പോഴും നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കറുമുറായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇത് ഈ നാടന ഇതുപോലെ ആക്കിയിട്ട് കെട്ടി കൊടുക്കണം. അപ്പോൾ നമുക്ക് മണി ബാഗ് ആയി കിട്ടി. മണി ബാഗ് അങ്ങനെ തായ് ചൈനീസ് ഫുഡായ മണി ബാഗ് നമ്മളുടെ കേരളക്കാരുടെ കിഴി, മലബാർ കിഴി, ചിക്കൻ കിഴ, ബീഫ് കിഴ, എന്ത് കിഴാണെങ്കിലും ആക്കി വിളിക്കാം. നമ്മളിവിടെ ബീഫാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിലിട്ടിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ നമ്മൾ ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ കളറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ അതിൻ്റെ അകത്തൊന്നും വേവില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് നമുക്കത് സെർവിങ് ഡിഷിലോട്ട് മാറ്റി കൊടുക്കാം. നമ്മൾ ഇതിലേക്ക് മോമോസിൻ്റെ തന്നെ സെയിം ചട്നി വെച്ചിട്ടോ അല്ലെങ്കിൽ കെച്ചപ്പ് വെച്ചിട്ടോ അല്ലെങ്കിൽ വെറുതെ തന്നെ ഇങ്ങനെ തന്നെ കഴിക്കാനും നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ ഈവനിങ് ടൈമിലും നമ്മൾക്ക് വീട്ടിലേക്ക് ഗസ്റ്റുകളൊക്കെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ആ ടൈമിലൊക്കെ ആക്കിയിട്ട് അവർക്ക് വെറൈറ്റി ആക്കി കഴിക്കാൻ കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്ക് തന്നെയാണ് ഇത്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ തയ്യാറാക്കിയിട്ട് നോക്ക്. എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാനും മറക്കല്ലേ. ഇനിയും ഒരുപാട് പുതിയ വീഡിയോസുമായും കിച്ചൺ ടിപ്സുമായും നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.